പടക്കം മേടിച്ചോണ്ട് വരണമെന്ന് ഞാൻ പണിക്ക് പോകുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ഓർമ്മിപ്പിച്ച് പറഞ്ഞില്ലേ ഞാന്. കൊച്ചു പിള്ളേരോട്ട് കിടന്ന് ചിണുങ്ങല്ലേ? എടി ഞാൻ രാവിലെ 8 മണിയായപ്പോ ഇച്ചിരി കട്ടൻ കാപ്പി കുടിച്ചിട്ട് പണിക്ക് പോകാനാ ഞാൻ. ആ വെയിലത്ത് ദേഹം മൊത്തം വേർത്ത് ശരീരത്ത് ഷർട്ട് പൊട്ടിച്ച് ഞാൻ കല്ല് പൊക്കിയപ്പോ കക്ഷവും കീറി നാട്ടുകാരെയും കാണിച്ച് വെയിൽ കൊണ്ട് പൈസ ഉണ്ടാക്കിക്കൊണ്ട് വന്നത് പടക്കം വാങ്ങിച്ച് പൊട്ടിച്ച് കളയാനാണോടി? എത്ര രൂപയുടെ പടക്കം വേണം? അപ്പുറത്തെ ശരണ്യെ പൊട്ടിക്കുന്നതിനെക്കാട്ടി കൂടുതൽ വേണം. പിന്നെ വേറൊരു കാര്യം, നിന്നോട് കാര്യം ഞാൻ പറഞ്ഞേക്കുവാ, ഈ അപ്പുറത്തും ഇപ്പുറത്തുള്ള പെണ്ണുങ്ങൾ തുള്ളുന്നതിനനുസരിച്ച് തുള്ളരുത് കേട്ടോ. അവളുമാരങ്ങനെ പലതും അവിടെ ചെയ്യും, അതനുസരിച്ച് നീ തുള്ളരുത്. അവളെ കാട്ടി എത്ര പടക്കം കൂടുതൽ പൊട്ടിക്കും? എന്റെ കൂടെ എന്റെ സൈഡിൽ നിന്നും ആലോചിക്കാം. ഞാൻ അത്ര ഉത്തരവാദിത്വം ഇല്ലാതാണോ നിങ്ങളെ പണിക്ക് പറഞ്ഞു വിടുന്നത്? ഇന്ന് രാവിലെ 5 മണിയായപ്പോ ഞാൻ എഴുന്നേറ്റു. ഉണ്ടായിരുന്ന ചോറും കറിയും എന്തിനു പറയുന്നു മുട്ട വരെ പൊതിഞ്ഞ് കെട്ടി നല്ല സൂപ്പറായിട്ടാണ് ഞാൻ ജോലിക്ക് വിട്ടത്. അല്ലയോ എന്ന് ഇയാളോട് ചോദിച്ചു നോക്കാം. എന്നിട്ട് ഞാൻ തിന്ന